മൈനാകം കടലിൽ നിന്നുയരുന്നു ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നുവോ. പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ മണ്ണഞ്ചേരിയിൽ താമസിക്കുന്ന സന്ധ്യ ഗിരീഷ് കുമാർ അല്ലേ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. മോടെ പേരെന്തുവായിരുന്നു? ഹരിത അല്ലേ? ഹരിതയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അമ്മ പാടും, പിന്നെ കൊച്ചുമോൻ ഹരിതയുടെ മോനാണല്ലേ? കുഞ്ഞിന്റെ പേരെന്തുവാ? സിദ്ധാർത്ഥ്. മോന്റെ ഋതുനന്ദ. അപ്പം പിന്നെ കൊച്ചുമോൻ സിദ്ധാർത്ഥ് പാടും, അമ്മ പാടും എന്നൊക്കെ. അപ്പൊ നമുക്ക് ആദ്യം അമ്മയുടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് കുഞ്ഞിന്റെ പാട്ട് കേൾക്കാം. ഓക്കെ? അപ്പൊ എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഒന്നും പറയാനില്ല. എന്റെ ഈ എളിയ ഈ സംഗീതമൊന്നും അറിയത്തില്ല, ഒരുപാടൊന്നും അറിയത്തില്ല. എന്നാലും എന്റെ ഈ എളിയ രീതിയിലുള്ള ഈ പാട്ടിന് എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അത് തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് സന്ധ്യ അല്ലെ ഗിരീഷ് കുമാറിന്റെ ഒരു പാട്ട് കേൾക്കാം. മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ, മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ, മൗനങ്ങളാകും വാത്മീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നെന്നും മൈനാകം കടലിൽ നിന്നുയരുന്നു ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നുവോ. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നുവോ. നിധികൾ നിറയും ഖനി തേടിയോരോ വനഭൂമി തോറും പരതുന്നു ഹൃദയം. നിധികൾ നിറയും ഖനി തേടിയോരോ വനഭൂമി തോറും പരതുന്നു ഹൃദയം. വീശുന്ന കാറ്റിൽ മൂളുന്ന പാട്ടിൽ വനികയിൽ ഒരു കുലമലരിത തൊടിയിടകളിൽ ആവേശം മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ. സന്ധ്യ ചേച്ചി എന്തോ എത്ര വയസ്സുണ്ട്? 52 വയസ്സ്. 52 വയസ്സിൽ വളരെ മനോഹരമായിട്ട് പാടിയിട്ടെ. ഭംഗിയാക്കല്ലേട്ടെ ഈ പ്രായത്തിൽ ഇത്ര ഭംഗിയായിട്ട് ഒരു നമുക്കൊരു സൗണ്ട് സിസ്റ്റത്തിന്റെയോ ഒരു മൈക്രോഫോൺ ഞാൻ വന്ന് ഇപ്പൊ ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. വന്ന പാടാൻ എന്നെ പാടാൻ പറഞ്ഞു, പാടി വളരെ മനോഹരമായി പാടി. തീർച്ചയായും പ്രേക്ഷകർ ചേച്ചിയുടെ പാട്ട് 2 കൈ നീട്ടി സ്വീകരിക്കും. ചേച്ചിക്ക് വയ്യാതെ ഇരിക്കാതല്ലേ? ഷുഗറിന്റെ എന്തോ പ്രശ്നം ഉണ്ടല്ലേ? അപ്പം അതിന്റെ ആ ഒരു വയ്യാഴി ഉണ്ടായിട്ടും ഇത്രയും മനോഹരമായി പാടിയപ്പോൾ ചേച്ചി ഒരു ഇതുവാ ചെറുപ്പകാലത്ത് എന്ത് പാട്ടായിരിക്കണം. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ കൊച്ചുമോൻ ഉണ്ടെന്ന് പറഞ്ഞു. ആരാണ്? നമുക്ക് കൊച്ചുമോനെ ഒന്ന് വിളിക്കാം. വാ അമ്മന്നെ. അപ്പൊ ഇത് സിദ്ധാർത്ഥ അല്ലേ? അമ്മമ്മയുടെ പാട്ട് കേട്ടായിരുന്നോ? അപ്പം ഇത് മോടെ മോനാണോ? മോടെ കുഞ്ഞ്. മൊത്തം എത്ര മക്കളാണ്? 3 മക്കളാണ് എനിക്ക്. 2 ആണും ഒരു പെണ്ണും 3 മരുമക്കളും. ഓക്കെ. അപ്പം 6 പേരുടെ അല്ലെ? 6 പേര് കൊച്ചുമക്കള്. അമ്മയാണ്. ഓക്കെ. അപ്പം കൊച്ചുമോനെ സിദ്ധാർത്ഥ അമ്മമ്മയുടെ പാട്ട് കേട്ടോ? പിന്നെ മോന്റെ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ നമുക്ക് അത് അടുത്ത ദിവസം ഇടാം ആ പാട്ട്.